ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ തിരുക്കുറൽ, തമിഴിൻ്റെ അമൂല്യ ഗ്രന്ഥം, തമിഴിൻ്റെ നല്ല അമൂല്യമായ ഒരു ദിവ്യ ഗ്രന്ഥം, അതിൻ്റെ 133 അധ്യായങ്ങളിലായി 1330 കുറളുകളിലൂടെ നമ്മൾ പോവുകയാണ്. ഇന്ന് 37ാമത്തെ കുറലാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓരോ അധ്യായത്തിനും അതിൻ്റെ തനതായ വിഷയം സൂചിപ്പിക്കുന്ന പേര് നൽകിക്കൊണ്ട് ദൈവസ്തുതി, സന്യാസം, ധർമ്മം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. തിരുക്കുറളിന് അറം, പൊരുൾ, ഇൻപം എന്നിങ്ങനെ 3ആയി വിഭജിച്ചിരിക്കുന്നു. ദൈവസ്തുതി, ആകാശമഹിമ, സന്യാസം, ധർമ്മം, ഗൃഹസ്ഥം, ജീവിതസഖി, സന്താനങ്ങൾ, ദയ, ആദിത്യം, മധുരവാണി, നന്ദി, നീതി, അടക്കം, സൽസ്വഭാവം, വ്യഭിചാരം, ക്ഷമ, അസൂയ, അത്യാഗ്രഹം, പരദൂഷണം, വായാടിത്തം, ഉപകാരബോധം, പാപകർമ്മഭയം, ദാനം, കീർത്തി, കാരുണ്യം, മാംസവർജനം, അനാചാരം, കളവ് ചെയ്യായിക, സത്യസന്ധത, ക്രോധമില്ലായ്മ, ദ്രോഹമില്ലായ്മ, അസ്ഥിരത, ത്യജിക്കൽ, ആത്മബോധം എന്നിങ്ങനെ 36 അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ഇന്ന് നമ്മൾ 37ാമത്തെ അധ്യായം, ആശാനാശം, എൻഡ് ഓഫ് ഡിസയർ, അല്ലെങ്കിൽ അവ അറുത്തൽ. അപ്പം ഈ അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. നമസ്കാരം. വളരെ സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ ഗുരുനാഥൻ അശോകണ്ണ സാർ തിരുനെൽവേലിയിൽ നിന്ന് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 1997 മുതൽ 2000 വരെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. വളരെ നല്ലൊരു സുഹൃത്താണ്. ഒരു മാനേജർ ഓഫീസർ എന്നുള്ള രീതിക്ക് അല്ലാതെ തന്നെ സുഹൃത്തുക്കളായിട്ട് വളരെ ഒരു ലളിതമായ ഒരു ശൈലിയായിരുന്നു സാറിൻ്റെ. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചൊക്കെ ആയിരുന്നു ബാങ്കിൽ. അത് ഇന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ട് അഡ്വാൻസ് മാനേജറായിട്ട് വരുന്ന സമയത്ത് പുള്ളിയുടെ സപ്പോർട്ട് വളരെയധികം എനിക്കുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ഗുരുനാഥന്മാരെയും ഞാൻ സ്മരിച്ചുകൊണ്ട്, അത് നമ്മുടെ ധർമ്മപ്രകരണത്തിലെ ഉള്ള ചാപ്റ്റേഴ്സ് 38 ഉണ്ട്. അതിൽ 37ാമത്താണ് ഇന്ന്. ഇനി അടുത്ത ഒരു അധ്യായം കൂടിയേ ഉള്ളൂ, വിധിയെ കുറിച്ചുള്ളത്. അത് ഇതിൻ്റെ കൂടെ വരുന്നതല്ല, അത് സെപ്പറേറ്റ് ആയിട്ടെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ധർമ്മപ്രകരണത്തിലെ സന്യാശ്രമത്തിലെ അവസാനത്തെ ചാപ്റ്ററാണ് ഇന്നത്തേത്. 361 குறள். அவா என்ப எல்லா உயிர்க்கும் எஞ்ஞான்றும் தவா அப்பிறப்பினும் வித்து. எல்லா உயிர்களுக்கும் எக்காலத்திலும் ஒழியாமல் வருகின்ற பிறவி துன்பத்தை ഉണ്ടാക്കും വിത്ത് അവ എന്ന് കൂറുവാർ. ബന്ധങ്ങൾക്ക് തജ്ജന്യമായ ദുഃഖങ്ങൾക്കും കാരണമായി തീരുന്നത് ആശയാണ്. ആശയെ ഒഴിക്കുക എന്നത് മുക്തിപദ ലബ്ധിക്ക് അനിവാര്യമാകയാൽ ഈ അധികാരത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആദ്യത്തെ കുറൾ. അവ என்ப എല്ലാ ഉയിർക്കും എഞ്ഞാൻറും തവാ അപ്പിറപ്പിനും വിത്ത്. ഇതില് ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്കാതെ എടുക്കുക. എല്ലാ ഉയർക്കും, എല്ലാ ഉയർക്കും, സകലമാന ജീവജാലങ്ങൾക്കും. എന്നിട്ട് അടുത്ത വാക്ക്, ലാസ്റ്റ് വാക്ക്, എഞ്ഞാൻറും, എക്കാലത്തും. ഇനി രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ദവ, അന്യൂനമായി വരുന്ന പിറപ്പ്, മറുപിറവി എന്ന യാതനയെ. ഇനി ഈനും, ഈനും ഉണ്ടാക്കുന്നതായ വിതൈ, വിത്ത്, അവ ആശയാകുന്നു. ഇനി ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് എന്ത് എന്ന് മഹത്തുക്കൾ പറയുന്നു. സകലമാന ജീവജാലങ്ങൾക്കും എക്കാലത്തും അന്യൂനമായി വരുന്ന മറുപിറവി എന്ന യാതനയെ ഉണ്ടാക്കുന്നതായ വിത്ത് ആശയാകുന്നു.
എന്ന് മഹത്തുക്കൾ പറയുന്നു. സകല ജീവജാലങ്ങൾക്കും പുനർജന്മവും തുടർന്നു വരുന്ന ലോക ദുഃഖങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള മൂലകാരണം ആശയാകുന്നു. മറുപിറവി അല്ലാതെ മറുജന്മം എന്ന അനിഷ്ടഫലത്തെ വിളയിച്ചു തരുന്ന വിത്താണ് അത്. അതുകൊണ്ട് ആശ എന്ന് പറയുന്നത് യാതനയുടെ മറുപിറവിയായ യാതനയെ തരുന്ന വിത്തായിട്ട് കവി ഇവിടെ പറയും. സാറ് കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞോ സാറേ? കഴിഞ്ഞു. ഓക്കെ സാർ കഴിഞ്ഞു. ഓക്കെ. തിരുക്കുറൾ അധികാരം 37 ധർമ്മ പ്രകരണം, ധർമ്മമാർഗം, സന്യാസാശ്രമം വിഭാഗം. ജ്ഞാനം അധികാരം 37 അവ അറുത്തൽ, ആശ ഒഴിക്കൽ അഥവാ ആശാനാശം. പാർട്ട് 1 എൻഡ് ഓഫ് ഡിസയർ. ഇൻട്രൊഡക്ഷൻ. ആഗ്രഹം ഉപേക്ഷിക്കൽ അത്ര എളുപ്പമല്ല. എല്ലാ ജീവജാലങ്ങൾക്കും അനന്തമായ ജനനചക്രത്തിലേക്ക് നയിക്കുന്ന വിത്താണ് ആഗ്രഹം. സകല പ്രശ്നങ്ങളും അവിടെ തുടങ്ങുന്നു. ആഗ്രഹമില്ലായ്മയേക്കാൾ മികച്ച ഒരു സമ്പത്തും ഇവിടെയില്ല. മറ്റൊരിടത്തും അതിന് തുല്യമായ ഒന്നും തന്നെ ഇല്ല. ശുദ്ധി എന്നത് ആഗ്രഹമില്ലായ്മയാണ്. അത് സത്യാന്വേഷണത്തിലൂടെ ഏവരും നേടിയെടുക്കുന്നു. 361 കുറലിലേക്ക് കൃത്യമായി പ്രവേശിക്കുമ്പോൾ അവ என்ப എല്ലാ ഉയിർക്കും എഞ്ഞാൻറ്റും തവ അപ്പിറപ്പിനും വിത്തു. ഉയിരുകൾക്കെന്നാളും ആശയെന്നുള്ളതേ മറുപിറവി അരുളുന്ന വിത്താം. ആഗ്രഹം വളരുന്ന ഒരു വിത്താണ്. അതിങ്ങനെ കിളിർക്കാനായി നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ചാൽ അത് പതിയനെ അനുകൂല കാലാവസ്ഥയിൽ മുളച്ചു പൊന്തുകയും പിന്നീട് അത് വളർന്ന് വലുതായി നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം അത് വളരുകയും ചെയ്യും. അപ്പോൾ ജനിമൃതിക്രിയ ആശയാകുന്ന വിത്തിൽ നിന്നുണ്ടാകുന്നെന്ന് ജ്ഞാനികൾ, അങ്ങനെയാണ് ജ്ഞാനികൾ നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിത്തിനെ സാധിക്കുന്നിടത്തോളം കിളുക്കാൻ അവസരം നൽകാതിരിക്കുക, വളർന്നു വലുതാകാൻ അനുവദിക്കാതിരിക്കുക, സ്വച്ഛമായി ജീവിക്കാൻ ഏവർക്കും സാധിക്കുക. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ പാർട്ട് 1 ധർമ്മ ചാപ്റ്റർ 37 end of desire. Chapter 37 of the Tirukkural, Ava Aruttal, translates to the entirpation of desire or curbing of desire or end of desire. It delves into the profound concept of eliminating desires as a path to true happiness and liberation. Here is a breakdown of the core themes. Key concepts: desire as the root of suffering.
respected Thiruvalluvar emphasizes that desire is the fundamental cause of all suffering. It fuels a cycle of wanting, acquiring, and then wanting more, leading to endless dissatisfaction. He portrays desire as a seed that constantly sprouts, leading to repeated births and the associated pain of existence. The value of desirelessness. The chapter extols the virtues of a life free from desires. It asserts that true wealth lies in the absence of wanting. By relinquishing desires, one can attain inner peace, freedom from distress, and a state of lasting happiness. The path of liberation. Thiruvalluvar suggests that eliminating desires is the key to achieving liberation from the cycle of birth and death. He highlights that when desires are completely eradicated, one attains a state of unwavering and eternal bliss. Practical application. The Qurans within this chapter give guidance on how the nature of desire causes pain and how by removing desire a person can achieve a state of lasting peace. In essence, chapter 37 of Tirukural provides a powerful message about the importance of controlling and ultimately eliminating desires. It prevents desirelessness as a presents desirelessness as a state of supreme happiness and liberation. Kural 361 from the Tirukural deals with the concept of ava, which translates to desire or craving. Here is a breakdown of the Kural and its connection to similar concepts found in Buddhist teachings. Kural 361. Desire, they say, is the seed of ceaseless birth for all living things at all times. The Kural emphasizes that desire is the root cause of the cycle of birth and rebirth. It states that this is a universal truth. It highlights that unchecked desires lead to a continuous cycle of suffering. We can see the connection to Buddhist teachings. This concept strongly resonates with the core teachings of Buddhism, particularly the Four Noble Truths. The second noble truth identifies tanha, means craving or desire, as the cause of suffering. Buddhist philosophy emphasizes that desires, whether for material possessions, sensory pleasures, or even the avoidance of unpleasant experiences, bind us to the cycle of samsara, the cycle of birth, death, and rebirth. Both the Tirukural and Buddhism advocate for the elimination of desire as a path to liberation from suffering. The Buddhist eightfold path, Ashtanga Marga, is a process to eliminate that desire. In essence, both the Tirukural and the teaching recognize that desire is a fundamental source of suffering. They both point to the importance of curbing or eliminating desire to achieve a state of liberation or freedom from that suffering. Therefore, when considering Kural 361, it is very easy to see the parallels between the Tirukural and the teachings of the Buddha. Desire is a seed growing pain of birth in every life always. Thank you, sir. Over. അവ என்ப എല്ലാ ഉയർക്കും എഞ്ഞാൻറ്റും തവ അപ്പിറപ്പിന് വിത്ത്. ഖുറൽ 362.
வேண்டுங்கால் வேண்டும் பிறவாமை மற்றது வேண்டாமை வேண்ட வரும். ஒருவன் ஒன்றை விரும்புவதானால் பிறவா நிலைமையை விரும்ப வேண்டும். அது அவா அற்ற நிலையை விரும்பினால் உண்டாகும். வேண்டுங்கால் வேண்டும் பிறவாமை மற்ற அது வேண்டாமை വേണ്ട വരും. വേണ്ടുങ്കാൽ ജനനം ദുഃഖ ഹേതുവാണ് എന്നറിയുന്നവൻ എന്തെങ്കിലും ഒന്നിനെ ആശിക്കുകയാണെങ്കിൽ പിറവാമൈ പുനർജന്മമുക്തി വേണ്ടും ഉണ്ടാവണമെന്ന് ആശിക്കുന്നു. ആദ്യത്തെ വാക്ക് വേണ്ടുങ്കാൽ, എന്തെങ്കിലും ഒന്നിനെ ആശിക്കുകയാണെങ്കിൽ പിറവാമൈ, മൂന്നാമത്തെ വാക്ക് പിറവാമൈ പുനർജന്മമുക്തി, രണ്ടാമത്തെ വാക്ക് വേണ്ടും ഉണ്ടാവണമെന്ന് ആശിക്കണം. അത് ആ ജന്മമോക്ഷം എന്ന അവസ്ഥ വേണ്ടാമൈ, രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് വേണ്ടാമൈ, യാതൊരു വസ്തുവിനെയും ആശിക്കാതിരിക്കുന്ന, അങ്ങനെ മതി വിഭ്രമത്തിൽ കുടുങ്ങാതിരിക്കുന്ന വേണ്ട അവസ്ഥയെ ആഗ്രഹിക്കുന്ന ഒരുവന് വരും, സ്വാഭാവികമായി തന്നെ വന്നു ചേരും. ഒരുവന് എന്തെങ്കിലും ഒന്ന് ആശിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ ആശിക്കാവുന്ന ഒന്ന് മറുജന്മം ഇല്ലാത്ത അവസ്ഥയാണ്. മോക്ഷാവസ്ഥയാകട്ടെ നേരത്തെ തന്നെ ആശാഭാസങ്ങൾ ഒഴിഞ്ഞ് നിസ്സംഗരും നിർമ്മരുമായ കഴിയുന്നവരെ ഇങ്ങോട്ട് അന്വേഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സർ. തിരുക്കുറൾ അധികാരം 37 ആശയൊഴിക്കൽ. കുറൾ 362. വേണ്ടുങ്കാൽ வேண்டும் പിറവാമൈ മറ്റ് അതു വേണ്ടാമൈ വേണ്ട വരും. ആശിക്കില്ല ആശിക്ക ജനിമോക്ഷം ആ മോക്ഷം ആശയറ്റവർക്കും. ആശിക്കില്ല ആശിക്ക ജനിമോക്ഷം ആ മോക്ഷം ആശയറ്റോർക്കും. മഹത് ഗ്രന്ഥമായ തിരുക്കുറളിലെ 362 കുറൾ. ഇതിൽ ആശാപാശത്തിൽ പെട്ടുഴലുന്ന സാധാരണ മാനവനെയും അവന്റെ ആഗ്രഹങ്ങൾ നിമിത്തം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെയും നേർക്ക് വിരൽ ചൂണ്ടുന്നതായി കാണാം. മാനവന് ആകെ ആശിക്കാവുന്ന കാര്യം തനിക്ക് പുനർജന്മമില്ല എന്നുള്ളതാണ്. മറുപിറവി ഉണ്ടാകുന്ന വിചാരം അവനെ സദാ ഒരു പ്രമുഖ ലോകത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്തെങ്കിലും ഒന്ന് ആശിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ലത് തുടർജന്മമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നതാണ്. അതുപോലെ മോക്ഷാവസ്ഥയാകട്ടെ ആഗ്രഹങ്ങളില്ലാത്തവരെ തേടിയെത്തുക തന്നെ ചെയ്യും. സന്യാസ ജീവിതം നയിക്കുന്ന ഒരാൾ മോക്ഷപ്രാപ്തി കാക്ഷിക്കുന്നു. അതിനുള്ള എളുപ്പമാർഗം ആഗ്രഹങ്ങൾ വെടിയുന്നത് തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും ഈ കുറളിലൂടെ തിരുവള്ളുവർ ഓർമ്മിപ്പിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ 100 ആൺമക്കളുള്ള ധൃതരാഷ്ട്രർ വിജയം സുനിശ്ചിതമെന്ന് കരുതി ഹസ്തിനപുരം തന്റെ മൂത്ത പുത്രനായ ദുര്യോധനന് ലഭിക്കുമെന്ന് ആശ കൊണ്ടു. ആ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? അതിര് കടന്ന ആഗ്രഹങ്ങൾ മനുഷ്യനെ വൻ പ്രശ്നങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും നയിക്കും. ആഗ്രഹ സഫലീകരണം നടക്കാതിരുന്നാൽ അവൻ സമനില തെറ്റി പ്രവർത്തിക്കുകയും ചെയ്യും. വർത്തമാനകാലത്തിൽ നാം കാണുന്ന ദുരന്തങ്ങൾ ഒരു പരിധിവരെ മനുഷ്യന്റെ ആശകളുടെയും നിരാശകളുടെയും പ്രതിഫലനമാണ്. അമിതമായ പ്രതീക്ഷയും ആഗ്രഹങ്ങളും ഇല്ലാത്ത ജീവിതം നയിച്ചാൽ മനസ്സിന് ശാന്തിയും സമാധാനവും സുനിശ്ചിതമെന്ന് ഈ കുറൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വേണ്ടുങ്കാൽ வேண்டும் പിറവാമൈ മറ്റതു വേണ്ടാമൈ വേണ്ട വരും. താങ്ക് യു. തിരുക്കുറൾ ചാപ്റ്റർ 37 എൻഡ് ഓഫ് ഡിസയർ. വേണ്ടുങ്കാൽ வேண்டும் പിറവാമായി മറ്റത് വേണ്ടാമായി വേണ്ട വരും. If anything is aspired, it should be not to have rebirth. That is granted through ending aspirations. If anything be desired, freedom from birth should be desired. That freedom from birth
will be attained by desiring to be without desire. Over to you. Thank you, sir. Next, sir. Quran 363. தூ உய்மை என்பது அவா இன்மை, மற்றது வா ஐமை வேண்ட வரும். தூய நிலை என்று கூறப்படுவது அவா இல்லாதிருத்தலே ஆகும். அவா அற்ற தன்மை மெய்ப்பொருளை விரும்புவதால் உண்டாகும். താങ്ക് യു സർ. സോറി മാറിപ്പോയി, ഞാൻ വായിച്ച 364 363 വേണ്ടത്. അതെ സർ. വേണ്ട സോറി வேண்டாமை என்ன விழிச்செல்வம் ஈண்டு இல்லை யாண்டும் அது ஒப்பது இல். அவா அற்ற நிலைமை போன்ற சிறந்த செல்வம் இவ்வுலகில் இல்லை, வேறு எங்கும் அதற்கு நிகரான ஒன்று இல்லை. വേണ്ടാമൈ അന്ന ആദ്യത്തെ വാക്ക് യാതൊരു വസ്തുവിനെയും ആശിക്കാതിരിക്കുക എന്ന വിഴിച്ചെൽവം അത്യുത്തമ സമ്പത്ത് ഈണ്ട് ദൃഷ്ടിഗോപകരമായ ഈ ഭൂലോകത്തിൽ വേറെയില്ല. രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വാക്ക് ആണ്ടും കേട്ടറിവുള്ള സ്വർഗലോകത്തിലും അതൊപ്പത് അതിന് തുല്യമായിട്ടുള്ള ഒരു ധനം ഇല്ല തന്നെ. യാതൊരു വസ്തുവിനെയും ആശിക്കാതിരിക്കുക എന്ന അദ്വിതമായ സമ്പത്ത് ഈ ഭൂലോകത്തിൽ വേറെയില്ല. കേട്ടറിവുള്ള സ്വർഗലോകത്തിലും അതിന് തുല്യമായിട്ടുള്ള ഒരു ധനം ഇല്ല തന്നെ. താങ്ക് യു സർ. ജീവിതകലയെക്കുറിച്ചുള്ള ഒരു ഉത്തമ ഗ്രന്ഥമാണ് തിരുക്കുറൾ. തമിഴ് ജനതയുടെ ആത്മാവിന്റെ കാതലാണ് തിരുക്കുറൾ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് മറ്റുള്ളവരോടുള്ള സ്നേഹം എന്നതിലൂടെ ഇഴചേർന്നിരിക്കുന്നു എന്നതാണ്. ഏതു പ്രതിസന്ധിയിലും പരിഹാരം നിർദ്ദേശിക്കുന്ന, ഏതിരുട്ടിലും നക്ഷത്രത്തിരി കാട്ടുന്ന വിശിഷ്ട ഗ്രന്ഥമാണ് തിരുക്കുറൾ. ജാതി, മതം, വർഗം, വർണ്ണം, പ്രദേശം, ശൈലി, കാലം തുടങ്ങിയ വ്യത്യാസങ്ങൾക്ക് അതീതമായി സർവ്വജനങ്ങൾക്കും ജീവിതത്തിനും മാർഗനിർദ്ദേശം നൽകുന്ന അനുപമമായ നീതിശാസ്ത്ര ഗ്രന്ഥമായ തിരുക്കുറൾ എല്ലാ വിഭാഗത്തിലുള്ളവരും ലോകവേദമായി അംഗീകരിച്ച് തനത് ഭാഷയിൽ സ്വാംശീകരിച്ച ധർമ്മശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നു. ഏറ്റവും അധികം ലോകഭാഷകളിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ഈ മഹത്കൃതി ആർക്കും ഏതവസരത്തിലും ഒരു ഗുരുവെന്ന പോലെ ഉപദേശം നൽകി വഴിതെളിക്കുന്നു. ഋഷീശ്വരനും കവീശ്വരനുമായ തിരുവള്ളുവരുടെ ഈ അനശ്വര കൃതിക്ക് ഒത്ത മറ്റൊന്ന് ഒരിടത്തും ഇല്ല. കവി പരമ്പരകൾക്കെല്ലാം പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുന്ന അമൂല്യ തേജസ്സിന്റെ ഉറവയാണ് തിരുവള്ളുവരുടെ തിരുക്കുറൾ. ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 ഭാഗങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. തിരുക്കുറൾ, ഉത്തരവേദം, തിരുവള്ളുവർ, പൊയ്യാമൊഴി, വായുറൈ വാഴ്ത്തു, ദൈവനൂൽ, പൊതുമറൈ, മുപ്പാൽ, തമിഴ്മറൈ എന്നിങ്ങനെ ഈ വിശിഷ്ടകൃതി 9 പേരുകളിൽ അറിയപ്പെടുന്നു. ഒരു ഗ്രന്ഥത്തിന്റെ മഹത്വം അത് രചിച്ച മനസ്സിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. തിരുവള്ളുവരുടെ ജീവിതത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ ജീവിത സാരാംശവും സന്ദേശവുമാണ്. ഇവിടെ കവിയും കൃതിയും രണ്ടല്ല, ഇറക്കും തോറും ഊറി വരുന്ന, ഒരിക്കലും അവസാനിക്കാത്ത ഉറവയാണ്. കുറൾ 363. വേണ്ടാമൈ അന്ന വിഴുച്ചെൽവം ഈണ്ടി എല്ലായി കൊണ്ടും അതൊപ്പതു ഇൽ. വേണ്ടായ്മയേക്കാൾ മികച്ച സമ്പത്തുലകിൽ വേറില്ല സ്വർഗലോകത്തു. വേണ്ടായ്മയേക്കാൾ മികച്ച സമ്പത്തുലകിൽ വേറില്ല സ്വർഗലോകത്തും. ഒരു വസ്തുവിനോടും ആഗ്രഹം തോന്നാതിരിക്കുക എന്നതാണ് ഒരുവന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഇഹത്തിലും പരത്തിലും അതിന് സമമായ സമ്പത്തില്ല. ഒരു വസ്തുവിലും ആഗ്രഹം ഉണ്ടാകാതിരിക്കുക എന്ന അവസ്ഥ അല്ലലില്ലാത്ത ജീവിതമാണ്. ആശകളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അതിനാൽ
ആശകൾ ഇല്ലാതായാൽ ഈ ലോകത്ത് ദുരിതങ്ങൾ തീരുമെന്നതുപോലെ മുക്തിപഥത്തിലും അതിനു തുല്യമായ മറ്റൊരു ഈടുവയ്പില്ല. ആഗ്രഹമില്ലായ്മ മോക്ഷമാർഗത്തിന് വലിയ സഹായമാകുന്നു. തത്വചിന്തയിൽ പുരാതന കാലം മുതൽ ആഗ്രഹം ഒരു ദാർശനിക പ്രശ്നമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉയർന്ന ആദർശത്തിന്റെ പേരിൽ വ്യക്തിഗത ആഗ്രഹങ്ങൾ മാറ്റിവെക്കണമെന്ന് റിപ്പബ്ലിക്കിൽ പ്ലേറ്റോ വാദിക്കുന്നു. ഡി ആനിമയിൽ മൃഗങ്ങളുടെ ഇടപെടലുകളിലും ചലനങ്ങളിലും ആഗ്രഹങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അരിസ്റ്റോട്ടിൽ അവകാശപ്പെടുന്നു. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന പ്രചോദനം ആനന്ദത്തിനായുള്ള ആഗ്രഹമാണെന്ന് മനഃശാസ്ത്രപരമായ സുഖാനുഭൂതി എന്ന ആശയത്തിൽ വാദിക്കുന്നു. ഋഗ്വേദത്തിലെ സൃഷ്ടി പുരാണമായ നാസദീയ സൂക്തം ഏക ആത്മാവിനെ കുറിച്ച് പറയുന്നു. ആദിയിൽ മനസ്സിന്റെ ആദ്യ ബീജമായ ആഗ്രഹം ഉണ്ടായിരുന്നു. കവികൾ അവരുടെ ഹൃദയത്തിന്റെ ചിന്തയിൽ അസ്തിത്വത്തിലായിരിക്കുന്നതിന്റെ ബന്ധം കണ്ടെത്തുകയും ചെയ്യുന്നു. വേണ്ടായ്മയേക്കാൾ മികച്ച സമ്പത്തുലകിൽ വേറില്ല സ്വർഗലോകത്തും. താങ്ക് യു സർ. Thank you, ma'am. Kural 363 focuses on the importance of being free from desires. No glorious wealth is here like freedom from desire. To bliss like this, not even there can soul aspire. Essentially, it states that there is no greater wealth than the absence of desire, and that this is true in this world and any other. This time we can look for some parallels in the Bible. Several themes resonate with this Quran. Contentment. The Bible emphasizes contentment and trust in God's provisions. Passages like Philippians 4:11-13, where Paul speaks of being content in all circumstances, reflect this idea. Also, 1 Timothy 6:6-8, but godliness with contentment is great gain, for we brought nothing into the world, and we can take nothing out of it. But if we have food and clothing, we will be content with that. The dangers of greed. The Bible warns against the dangers of greed and the love of money. For example, 1 Timothy 6:10 states, "For the love of money is a root of all kinds of evil." This aligns with the Qur'an's emphasis on the value of being free from desires. Also, many of the teachings of Jesus regarding the rich and the importance of storing up treasures in heaven rather than on earth focus on spiritual wealth. The Bible stresses the importance of seeking spiritual wealth over material wealth. Jesus' teachings on storing up treasures in heaven, Matthew 6:19-21, highlight this contrast. While the Tirukural and the Bible are distinct texts, they share common themes regarding the importance of contentment, the dangers of greed, and the value of spiritual wealth. Wealth of desirelessness is not in this world, nowhere else a substitute to. Thank you, sir. വേണ്ടാമേ അന്ന വിഴിച്ചെൽവം ഈണ്ടില്ലായാണ്ടും അതൊപ്പത് ഇൽ. Quran 364. தூய்மை என்பது அவா இன்மை, மற்றது வா ஆய்மை வேண்ட வரும். தூய நிலை என்று கூறப்படுவது அவா இல்லாதிருத்தலே ஆகும். அவா அற்ற அத்தன்மை மெய்ப்பொருளை விரும்ப വരുവതാൽ ഉണ്ടാകും. ഇവിടെ ഒരു പ്രാസം വരുന്നുണ്ട്. ആദ്യത്തെ വരിയില് തൂ ഉയ്മയും രണ്ടാമത്തെ വരിയില് വാ ഈമയും. കാരണം തൂയ്മ പറഞ്ഞാൽ വളരെ എന്താ പറഞ്ഞാല് ശുദ്ധമായ എന്നുള്ള മീനിങ് വരുന്നത്. ശുദ്ധമായ തൂയ്മ ഉള്ളം
പറഞ്ഞ ശുദ്ധമായ മനസ്സ് എന്നുള്ള വരുന്നത്. വായ്മ എന്ന് പറഞ്ഞാൽ സത്യം എന്നുള്ള ഇതിലാണ് സാധാരണ പറയുന്നത്. വായ്മയെ വെല്ലും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അതെല്ലാം ഉദ്ദേശിക്കുന്നത്. തൂയ്മ എന്ന് പറഞ്ഞാൽ മുക്തി, ഒരുവന് മുക്തി എന്നുള്ളതിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരുവിന്റെ മുക്തി എന്ന് പറയുന്നത് അവ ഇച്ഛകൾ ഇന്മൈ ഇല്ലാത്ത അവസ്ഥ തന്നെയാണ്. അത് ആ മുക്തി നില വാ ആയ്മൈ തത്വദർശനം വേണ്ട ആഗ്രഹിക്കുന്നവർക്ക് വരും, സ്വയമേ ഉണ്ടാകും. ഒരുവന് മുക്തി എന്ന് പറയുന്നത് ഇച്ഛകൾ ഇല്ലാത്ത അവസ്ഥ തന്നെയാണ്. ആ മുക്തി നില തത്വദർശനം ആഗ്രഹിക്കുന്നവർക്ക് സ്വയമേ ഉണ്ടാകും എന്ന് കവി പറഞ്ഞു. തൂയ്മ അതായത് മുക്തിപദ പ്രാപ്തിക്കുള്ള അർഹത എന്ന് പറയുന്നത് ഒന്നും ആശിക്കാതെ ഇരിക്കുക എന്നതാണ്. മെയ്പ്പൊരുളായ തത്വബോധത്തെ ഇച്ഛിക്കുന്നവർക്ക് ആ മുക്തി സ്വയമേവ സിദ്ധിക്കുകയും ചെയ്യുന്നു. തിരുക്കുറൽ 364 നമ്മളോട് പറയുന്നത് മോക്ഷം ആഗ്രഹരാഹിത്യമാണ്. ആ സ്വഭാവം സത്യബോധത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആഗ്രഹങ്ങളുടെ അഭാവത്തിലൂടെ മോക്ഷം ലഭിക്കുമെന്നും അത് സത്യത്തിൻ്റെ ബോധത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും ഈ കുറൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സത്യത്തിൻ്റെ ബോധം ആഗ്രഹങ്ങളെ നശിപ്പിക്കുകയും ആത്യന്തികമായ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. സാരാംശമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ മോക്ഷം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ അഭാവമാണെന്നും ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ എന്നും തിരിച്ചറിയണം. സത്യബോധം എന്നത് സത്യത്തിൻ്റെ ബോധം ആഗ്രഹങ്ങളെ നശിപ്പിക്കുകയും ആത്മീയ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയാണ് മോക്ഷം. അതുകൊണ്ട് തന്നെ ഈ കുറിൽ ആധ്യാത്മിക മോക്ഷത്തിൻ്റെ പാതയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സത്യത്തിൻ്റെ ബോധം ആഗ്രഹങ്ങളെ നശിപ്പിക്കുകയും ആത്യന്തികമായി മനുഷ്യ സൃഷ്ടിയെ മോക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. കുറൽ 364. തൂ ഊയ്മൈ என்பது அவாவின்மை மற்றது வா ஆய்மை வேண்டவர். Salvation is desirelessness. That right comes through sense of truth. Purity of mind consists in freedom from desire, and that freedom from desire is the fruit of the love of truth. தூ ஊய்மை என்பது அவாவின்மை மற்றது வா ஆய்மை வேண்ட வரும். താങ്ക് യു സർ. 364 തൂ ഉന്മൈ என்பது അവാവിന്മൈ മറ്റത് വാ ഐമൈ വേണ്ട വരും. 365. அற்றவர் என்பார் அவா அற்றார், மற்றையார் அற்றாக அற்றது இலர். பற்றற்றவர் என்று கூறப்படுவோர் அவா அற்றவரே, அவா அறாத மற்றவர் அவ்வளவாக பற்று அற்றவர் அல்ல. അറ്റവർ என்பാർ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ 2 വാക്കുകൾ. മറുജന്മം അല്ലെങ്കിൽ മറുപിറവി ഇല്ലാത്തവർ എന്ന് പറയപ്പെടുന്നവർ അവ അറ്റാർ, അതിന് ഹേതുവായ ആശകൾ അറ്റവർ മാത്രമാകുന്നു. മറ്റയാർ, മറ്റു തരത്തിൽ ചില ആഗ്രഹങ്ങൾ ഒഴിവാക്കിയും അതേസമയം മറ്റു ചിലത് ആഗ്രഹിച്ചും ജീവിക്കുന്നവർ അറ്റാക, അറ്റതിലർ, ചില ദുഃഖങ്ങളിൽ നിന്ന് ഒഴിവ് കണ്ടവരെങ്കിലും പുനർജന്മത്തിൽ നിന്ന് മുക്തി കിട്ടാത്തവരത്രേ. അതായത് ഇവിടെ അറ്റെന്ന് പറഞ്ഞാൽ അറ്റവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശകൾ അറ്റവർ, അത് ഒഴിവാക്കിയവർ എന്ന് പറയും. അങ്ങനെ ആശകൾ ഒട്ടും തന്നെ ഇല്ലാന്ന് പറഞ്ഞാലും കുറെ ആശകൾ ഉണ്ടെന്നാലും കുറെ ആശകൾ വിട്ടൊഴിഞ്ഞിട്ടുണ്ടെന്നാണ്. അങ്ങനെയുള്ളവർക്ക് പൂർണ്ണമായിട്ടും മുക്തി ലഭിക്കുകയില്ല എന്നാണ് കവി പറയുന്നത്. അറ്റവർ അതായത് മറുജന്മം ഇല്ലാത്തവർ അതിന് ഹേതുവായ ആശകളെ പൂർണ്ണമായും ഒഴിച്ചവർ മാത്രമാണ്. മറ്റുള്ളവരോ കുറെയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ചിലതൊക്കെ ആഗ്രഹിക്കുന്നു. ആശ
മുഴുവനായി അവരിൽ നിന്ന് അറ്റുപോകുന്നില്ല. അതിനാൽ അത്തരക്കാർ മറുജന്മം അറ്റവരായി ഭവിക്കുന്നുമില്ല. താങ്ക് യു സർ. അറ്റവർ என்பார் അവാവറ്റാർ മറ്റയാർ അറ്റാക അറ്റതു ഇലർ. മുക്തരെന്നാൽ ആശയറ്റവർ മറ്റവർ അറ്റാലും ജന്മമറ്റാത്തോർ. കുറൽ 365. തിരുക്കുറളിലെ 365 കുറൽ ഇപ്രകാരം പറയുന്നു: മറുജന്മം ഇല്ലാത്തവർ, സന്യാസത്തിലൂടെ മോക്ഷം നേടിയവർ തീർച്ചയായും ആശകളെ പൂർണ്ണമായും ഒഴിച്ചവരാണ്. എന്നാൽ മറ്റു ചിലരുണ്ട്, എന്തെങ്കിലുമൊക്കെ ആശിച്ചുകൊണ്ടേയിരിക്കും. ആശകളുടെ കൂട്ടത്തിൽ നിന്ന് ചിലവ ഒഴിവാക്കുമായിരിക്കും, എന്നാൽ പൂർണ്ണമായും അവരിൽ നിന്ന് ആഗ്രഹങ്ങൾ അറ്റുപോകുന്നില്ല. മനുഷ്യന്റെ പ്രതിഭ വികസിക്കണമെങ്കിൽ നാം അതിമോഹമുള്ള ഒരു ലോകം സൃഷ്ടിക്കാതിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പകരം വളരെ ആനന്ദവും പങ്കാളിത്തവുമുള്ള ഒരു ലോകം സൃഷ്ടിക്കണം. നമ്മൾ സ്വയം ഒരു ആഗ്രഹം ലക്ഷ്യം വയ്ക്കുന്നതിനാൽ പലവിധത്തിൽ സാധ്യതകൾക്കുള്ള നമ്മുടെ പ്രതിഭയ്ക്കും കോട്ടം തട്ടുന്നു. നാം ലക്ഷ്യം നിശ്ചയിക്കുന്ന പക്ഷം ആ നിമിഷം മുതൽ നാം സമയം പരിമിതപ്പെടുത്തി കഴിഞ്ഞു. കാരണം ജീവന്റെ സാധ്യതകൾ നമ്മുടെ ഭാവനകൾക്ക് അതീതമാണ്. അഭിലാഷം എപ്പോഴും നമ്മെ വളരെ വേഗതയിൽ കൂട്ടിക്കൊണ്ടു പോകും. ലക്ഷ്യം നേടുന്നതിനായി കൂടുതൽ സമയം ചിലവിടേണ്ടി വരും. ജന്മം ആകാതെ വിഫലമാകുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോറി, ഒരു മിനിറ്റ്. നസീമാം പറയൂ, പറയാമോ? ഇല്ല, കഴിഞ്ഞില്ല സർ, കഴിഞ്ഞില്ല. ഓക്കെ. ഇല്ല. ആഗ്രഹിക്കുന്നവർ എന്നാൽ ചില ദുഃഖങ്ങളിൽ നിന്ന് ഒഴിവ് കണ്ടവരെങ്കിലും അവർക്കും പുനർജന്മത്തിൽ നിന്ന് മുക്തി കിട്ടാത്തവരത്രേ. പുറമേ നിന്നുള്ള പ്രേരണയില്ലാതെ ഉള്ളിൽ നിന്നും ഊറി വരുന്ന ഉറവകളാണ് ആഗ്രഹങ്ങൾ. അവയ്ക്ക് നമ്മളെ നയിക്കാനാവില്ല. പകരം അവയെ നമ്മൾ നിയന്ത്രിച്ച് നടത്തുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ എന്നും ഈ കുറൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു. Thank you, sir. അറ്റവർ என்பார் അവ അറ്റാർ മറ്റയാർ അറ്റാക അറ്റതു ഇലർ. മുക്തരെന്നാൽ ആശയറ്റവർ മറ്റവർ അറ്റാലും ജന്മരാത്തോർ. Those free of hopes are called unaspiring. Those not liberated from wishes are not emancipated. Poor innocents are free from desires. Others are not free from desires. Only those who total give up desires enjoy freedom from rebirth, while all others who are not free from desire are not free from rebirth. തനിക്കുള്ളതിൽ തൃപ്തി അടയാനും ഉള്ളതിനോട് നന്ദി പറയാനും തുടങ്ങുമ്പോൾ അവനിലേക്ക് എല്ലാ നന്മകളും വീണ്ടും വീണ്ടും വന്നെത്തുമെന്നും അസംതൃപ്തമായ മനസ്സിന് ഒരിക്കലും ശാന്തി ലഭിക്കില്ല എന്നും എല്ലാ വേദഗ്രന്ഥങ്ങളും നമ്മെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത്യാഗ്രഹത്തിന് ഒരിക്കലും ശാന്തിയില്ല എന്നതും ചുറ്റുപാടുകളിലൂടെ നമുക്ക് യഥാസമയം മനസ്സിലാക്കാവുന്നതുമാണ്. മോക്ഷപ്രാപ്തി എന്നാൽ ആശയാകുന്ന പാശത്തെ കെട്ടിയിടൽ തന്നെയാണ്. These people are only actors acting the role of recurs. Their hearts are not free of desires and wants. How can they ever understand
the meaning of true renunciation. They use the saffron as a tool for fooling people and live a lazy life. Slightest price of desire for gold or comfort seen in a recurs like an evil demon. True yogi is live in the society also as ordinary man without desires and wearing just ordinary clothes. കള്ളസന്യാസത്തെ തിരുവള്ളവർ ഇതിലൂടെ എതിർക്കുന്നുമുണ്ട്. ശരിയായ സന്യാസം എന്നത് സത്യത്തിൽ സമൂഹത്തിലൂടെ ജീവിച്ചുകൊണ്ട് നിസ്വനായി ജീവിക്കുക എന്നത് തന്നെയാണ്. മറ്റൊരു ജീവിതം നമ്മുടെ പുണ്യകർമ്മങ്ങൾക്ക് അതീതമായി ഉണ്ട് എന്ന് ഖുർആനും ബൈബിളുമെല്ലാം നമ്മോട് ഉദ്ഘോഷിക്കുന്നു. മോക്ഷപ്രാപ്തി ഇല്ലാത്തവന് നരജന്മം കഴിഞ്ഞ് മൃഗമായും വൃക്ഷമായും പല പല തവണ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുമെന്നും ഹൈന്ദവ മതവും വിശ്വസിക്കുന്നു. ആശയറ്റവരെ മോക്ഷമടഞ്ഞോരെന്ന് ചൊല്ലലാം. ആശയുള്ളിൽ ഇരിപ്പോരെ ജന്മദുഃഖം തുടർന്നിടും. Men freed from bonds of strong desire are free. None other share such perfect liberty. They are said to be free. That meaning from future birth, who are freed from desire. All others who, whatever else they may be free from, are not freed from desires. അലയടിക്കുന്ന തിരമാലകളിൽ പെട്ട പോലെയാണ് ആശയാകുന്ന പാശത്തിൽപ്പെട്ടുള്ളുന്ന മനുഷ്യജീവിതം. എന്നാൽ ആഗ്രഹങ്ങളിലൂടെ പരക്കം പാഞ്ഞ് ചെന്നെത്തുന്നതോ മരണമെന്ന നീർച്ചുഴിയിൽ. അവസാനം അവൻ ജീവിക്കാൻ പോലും മറന്ന് ഒന്നും നേടാതെ തന്നെ ആത്മാവിനോട് വിട പറയേണ്ടി വരുന്നു. ആർത്തരക്കുന്ന തിരമാലകളാകാതെ സ്വസ്ഥവും ശാന്തവുമായ കടൽ പോലെയാകുന്ന ഒരേ മനസ്സായിരിക്കും ആശയറ്റവന്റെ മനസ്സ്. അതിനാൽ ആശ ഒരു പാശമാണെന്നും അതിനെ നമ്മെ കെട്ടിയിടാൻ ഒരിക്കലും അനുവദിക്കരുതെന്നും വള്ളുവർ കൂടെ കൂടെ നമ്മെ ഉണർത്തുന്നു. ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കണം. അത് ആത്മാവിനെ ആവിഷ്കരിക്കാനുള്ള ആഗ്രഹമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയുള്ളൂ. താങ്ക് യു സർ. അറ്റവറൻപാർ അവ അറ്റാർ മറ്റേയാർ അറ്റാക അറ്റത് പുലർ. 366. 50 അറഞ്ഞ് ഒരുവനെ വഞ്ചിപ്പതോറും അവ. ഒരുവൻ അവർക്ക് അഞ്ചി വാഴ്വതേ അறம். തേനിൽ ഒരുവനെ സോർവ് കൊണ്ട് എടുത്തു വഞ്ചിപ്പത് അവാവേ. ഈ ആശയുടെ ബലം അല്ലെങ്കിൽ ശക്തി അപാരമാണ്. അത് നേർവഴി ചെല്ലുന്നവനെയും എങ്ങനെയെങ്കിലും പറക്കിയെടുത്ത് വീണ്ടും ആ നാശത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ആശയുടെ ശ്രമം. അതാണ് ഇവിടെ കവി വളരെ ലഘുവായിട്ട് പറയുന്നത്. അത് കാരണം ആശയെ നിങ്ങൾ പേടിച്ച് തന്നെ ജീവിക്കണം എന്ന് പറയും. ഏതിനെങ്കിലും നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ ആശ ആവശ്യമില്ലാത്ത അതിപ്രസക്തമായ ആശയെ ഒഴിവാക്കാൻ വേണ്ടി കവി പറയുന്നുണ്ട്. ആദ്യം 50 അറഞ്ഞേ ഒരുവൻ. ആ ഒരുവൻ എന്നുള്ള വാക്ക് ആദ്യം എടുക്കുക. ഒരുവൻ എന്ന് പറയുന്നത് തത്വബോധാദി ഉപലബ്ധികളെല്ലാം നേടി മുക്തിപഥത്തിലേക്ക് നീങ്ങുന്ന വേളയിൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരുത്തനെ വഞ്ചിപ്പത്. രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വഞ്ചിപ്പത് മറ്റു മാർഗങ്ങളിലൂടെ പ്രലോഭിച്ച് വഞ്ചിക്കുന്നതും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതും പുനർജന്മത്തിലേക്ക് വീണ്ടും തള്ളിയിടുന്നതും ആരാന്ന് വെച്ചാല് അവസാനത്തെ വാക്ക് അവ ആശ തന്നെയാണ്. അതിനാൽ ആദ്യത്തെ വാക്ക് 50 ആ ആശയെ
ഭയന്ന് കഴിയുന്നതാണ് അറൻ, ധർമ്മം. മുക്തിപദം ഹാംസിയായ ഒരുവനെ ആശ എപ്പോഴും വഞ്ചിക്കുവാനേ നോക്കൂ. അത് അവന് വീണ്ടും പുനർജന്മ ചക്രത്തിൽ തള്ളിയിട്ട് കറക്കുവാനേ തുനിയും. ആ നിലയ്ക്ക് അതിന് ഭയന്നൊതുങ്ങി ആശയുടെ സ്പർശം പോലും ഉണ്ടാകാതെ കഴിയുന്നതാണ് ധർമ്മം. അഞ്ചുവതോറും അറനെ ഒരുവനെ വഞ്ചിപ്പതോറും അവ. താങ്ക് യു സർ. കുറൽ 366. അഞ്ചുപത് വരും അറനെ ഒരുവനെ വഞ്ചിപ്പത് വരും അവ. അഞ്ചി നടക്കലേ ധർമ്മം ഒരുത്തനെ വഞ്ചിക്കാൻ നോക്കിടും ആശ. അഞ്ചി നടക്കലേ ധർമ്മം ഒരുത്തനെ വഞ്ചിക്കാൻ നോക്കിടും ആശ. മോക്ഷപ്രാപ്തിക്കരികിലെത്തിയ ഒരുവനെ വഞ്ചിക്കുവാനേ ആശ ശ്രമിക്കൂ. ഇങ്ങനെ മോക്ഷപ്രാപ്തിക്ക് അവസരം കൊടുക്കാതെ മോഹങ്ങളിൽ അകപ്പെടുത്താൻ ശ്രമിക്കും. എന്നതിനാൽ ആശയ്ക്കിടം നൽകാതെ ഭയന്നൊതുങ്ങി യോഗം അനുഷ്ഠിക്കണം. അങ്ങനെ തികഞ്ഞ ജാഗ്രതയോടെ കഴിയണമെന്ന് ഈ കുറൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുമതത്തിൽ ആഗ്രഹത്തെ ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് നയിക്കാനോ അവനിൽ നിന്ന് അകറ്റാനോ കഴിയുന്ന ഒന്നായി കാണുന്നു. ആഗ്രഹം അതിൽ തന്നെ ഒരു മോശം കാര്യമായി കണക്കാക്കപ്പെടുന്നില്ല. മറിച്ച് ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് ഒരിക്കൽ കീഴടങ്ങിയാൽ നന്മയ്ക്കും പുരോഗതിക്കും സമർത്ഥമായ ജീവിതത്തിനും വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാറാൻ കഴിയുന്ന മനുഷ്യന് ഉള്ളിലെ ഒരു ശക്തമായ ശക്തിയാണ് ആഗ്രഹം. നമ്മുടെ ആഗ്രഹം, യാഥാർത്ഥ്യമല്ലാത്ത ഒന്നിനായുള്ള നമ്മുടെ ദാഹം എന്നിവയാണ് നമ്മെ അസംതൃപ്തരാക്കുന്നത്. The rose for the world, Adam's curse, no second Troy, things can tempt me, meditation in time of civil war തുടങ്ങിയ കവിതകളിൽ കവി W.B. ഈറ്റ്സ് ആഗ്രഹത്തിന്റെ പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങൾ ചിത്രീകരിക്കുന്നു. ചില കവിതകൾ ആഗ്രഹത്തെ ആത്മാവിനുള്ള വിഷമായും ചിത്രീകരിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നു, രജോ രാഗാത്മകം വിത്തി തൃഷ്ണാദ്യ സംഗസ് മുത ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഗേൻ ദേഹിനം. രജസ് അടിസ്ഥാനപരമായ ആസക്തിയാണെന്നറിയുക. അത് ആസക്തിയുടെയും അഭിനിവേശത്തിന്റെയും ഉറവിടമാണ്. ഹേ കുന്തിപുത്ര, അത് മൂർത്തീകരിക്കപ്പെട്ട ആത്മാവിനെ പ്രവൃത്തികളോടുള്ള ആസക്തിയാൽ ബന്ധിക്കുന്നു. ഇവിടെ രാഗം എന്ന പദം ആസക്തിയെ സൂചിപ്പിക്കുന്നു. തൃഷ്ണ എന്ന പദം ലഭിക്കാത്തതിനായുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. അഞ്ചി നടക്കലേ ധർമ്മം ഒരുത്തനെ വഞ്ചിക്കാൻ നോക്കിയിടും ആശ. താങ്ക് യു. Tirukkural 366 states, Dharma is to live fearing desires, for they deceive and tempt one to do wrong. It explains and emphasizes the importance of being cautious about desires, as they can lead individual astray and tempt them into committing wrongful actions. Dharma or righteousness involves being vigilant and controlling one's desires to avoid falling into unethical behaviors. There are some key points. Desires are deceivers. Desires can mislead and manipulate individuals, pushing them towards action that are morally or ethically wrong. And fear of desires, living in fear of desires means being aware of their potentials to cause harm and taking steps to control them. And dharma, righteousness or moral duty, involves resisting temptations and adhering the ethical principles. And this Quran serves as a reminder to be mindful of our desires and to strive for self-control in order to live life in a righteous and integrity-based life. So,
So the nature of desires that we have to control, they're all of fear, and how we are performing dharma or righteousness, and the deceptive power of desires, and finally the path of self-control, awareness that leads desire-free life. 50 വരും അറനെ ഒരുവനെ വഞ്ചിപ്പത് വരും അവ. Quran 3:6-7. அவாவினை ஆற்ற அறுப்பின் தவாவினை தான் வேண்டுமாற்றான் வரும். ஒருவன் ஆசையை முழுவதும் ஒழித்தால் அவன் கெடாமல் வாழ்வதற்கு உரிய நல்ல செயல் அவன் விரும்புமாறு வாய்க்கும். அவாவினை ஆற்ற அறுப்பின் தவாவினை தான் வேண்டு மாற்றான் வரும். അവാവിനെ ഒരുവൻ ആശയെ ആറ്റ അറുപ്പിൻ വേരോടെ അറുത്തു കളയുകയാണെങ്കിൽ അവന് തവാവിനെ അനുസരപദത്തിന് ഇടയാക്കുന്ന സംഗതികൾ താൻ വേണ്ടുമാറ്റാൽ തനിക്ക് വേണം എന്ന് തോന്നുന്നുവോ തന്നെ ഇച്ഛാനുസരിയായി വരും ഉണ്ടാകും. ഒരുവൻ ആശയെ വേരോടെ അറുത്ത് കളയുകയാണെങ്കിൽ അവന് അനുസര പദത്തിന് ഇടയാക്കുന്ന സംഗതികൾ തനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ തന്നെ ഇച്ഛാനുസാരിയായി ഉണ്ടാകും. ആശയെ വേരോടെ വെഴുതെറിയാൻ കഴിയുന്ന ഒരുവന് സ്വാഭാവികമായി സംഭവിക്കേണ്ട ദുഃഖങ്ങൾ പോലും ഉണ്ടാകുന്നില്ല. മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം മുക്തിപദത്തിലേക്ക് ഉയർത്താനുള്ള ഏത് ഉപാധിയും ആഗ്രഹമെന്തോ അതിൻപടി സ്വയമേവ വന്നു ചേരുകയും ചെയ്യും. താങ്ക് യു സർ. ഖുറാൻ 367. അവാവിനെ ആറ്റ അറുപ്പിൻ തവാവിനെ താൻ വേണ്ടും ആറ്റാൻ വരും. ആശയെ വേരോടറുക്കുകിൽ ശുഭസ്ഥിതി ആശിച്ചപ്പോൾ വരും താനെ. തിരുക്കുറൾ ഉള്ളടക്കത്തിലും ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായ ഒരു കൃതിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നിവ തിരുക്കുറളിൽ പ്രതിപാദിക്കുന്നു. ഖുറൽ 367 ആശയെ വേരോടറുക്കുകിൽ, വേരോടെ പെഴുതെറിയുകിൽ ഒരുവന് സാധാരണ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ദൈനംദിന ദുഃഖങ്ങളിൽ നിന്നു പോലും മുക്തി ലഭിക്കുമെന്നും അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം മോക്ഷ പ്രാപ്തിയിലേക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് ഉയരാനുള്ള ഏതു മാർഗവും ആഗ്രഹമെന്തോ അതുപോലെ തന്നെ വന്നു ചേരുമെന്നും പറയുന്നു. ഒരു സാമ്രാജ്യം തന്നെ ലഭിച്ചാലും പൂർണ്ണ തൃപ്തിയില്ലാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും ഇനിയും കുറച്ചുകൂടി എന്ന അടങ്ങാത്ത തൃഷ്ണ ഉള്ളിൽ അഗ്നിയായി എരിയുന്നത് കാണാം. അളന്നു നോക്കാവുന്ന എന്ത് കിട്ടിയാലും അത്തരക്കാർക്ക് തൃപ്തിയാകുന്നില്ല. സത്യത്തിൽ ആശകൾ ഒരു സംഭ്രമം ആണെന്ന് തോന്നുന്നു. കിട്ടുന്നതെല്ലാം കൈക്കലാക്കണം എന്ന അത്യാഗ്രഹത്തിൽ നിന്ന് രൂപപ്പെട്ടതു മാത്രമല്ല, പിന്നെയോ അതിരുകളില്ലാത്ത പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായ നമ്മൾ ജാഗ്രതയില്ലാതെ ഒരു പരിധിക്കുള്ളിൽ നമ്മുടെ ആശകളെ സ്വയം ഒതുക്കാൻ തുനിഞ്ഞതുകൊണ്ടുണ്ടായ വിപരീത ഫലമാണിത്. എത്ര തന്നെ ആശകൾ നിറവേറ്റിയാലും അവ വീണ്ടും തിരകൾ കണക്കെ അപാരതയിൽ അലിഞ്ഞൊടുങ്ങാൻ കൊതിക്കുന്നത് കൊണ്ടാണ് എത്ര കിട്ടിയാലും മതിവരാതെ തൃഷ്ണ അതൃപ്തിയോടെ പരക്കം പായുന്നത്. ഈ വസ്തുത മനസ്സിലാക്കിയാൽ പിന്നെ ദുഃഖിക്കുവാനുള്ള അവസരം ഇല്ലാതെയാവും. ഈ പ്രപഞ്ചവും നമ്മളും ഒന്നു തന്നെ എന്ന് മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ ആശകളുടെ ആഗ്രഹങ്ങളുടെ തെളിച്ചു തൂകൽ ഒഴിവാക്കാനാവും. ആഹ്ലാദത്തിന്റെ വെളിപാടുകളാവണം ആശകൾ. അങ്ങനെ വരുമ്പോൾ ദുഃഖം എന്ന വാക്ക് തന്നെ വേണ്ടാതാവും. ശ്രീബുദ്ധന് കൈവന്ന ജ്ഞാനം പോലെ ആനന്ദകരമാകും
ആശകൾക്ക് അതിരുകൾ സൃഷ്ടിക്കുന്നതിലൂടെ നമ്മുടെ ജന്മങ്ങളും മോക്ഷം ലഭിക്കുന്നവയാകും. താങ്ക് യു. Quran 3:67 states that if desire is wholly renounced, one gets salvation in the desired manner. It explains, if a man thoroughly cut off all desire, the deeds which confer immorality will come to him in path in which he seeks them. ആഗ്രഹം പൂർണ്ണമായി ത്യജിച്ചാൽ ആഗ്രഹിച്ച രീതിയിൽ മോക്ഷം ലഭിക്കുന്നുണ്ട്. അബു സാർ, അവാവിനെ ആറ്റ മാമാണോ? അല്ലല്ലോ. ഇല്ല, അവാവിനെ അതന്നെ. അറുപ്പിൻ, തവാവിനെ താൻ വീണ്ടും ആറ്റാൻ വരും. ഖുർആൻ 3:68. അവ ഇല്ലാർക്ക് ഇല്ലാകും തുன்பம் அகுது உண்டே அவ அது மேன்மேல் வரும். அவ இல்லாதவர்க்கு துன்பம் இல்லையாகும். அவ இருந்தால் எல்லா துன்பங்களும் மேலும் மேலும் ഒഴിയാமல் വരും. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് തന്നെയാണ്. അവാവില്ലാർക്ക്, ആഗ്രഹങ്ങൾ ഇല്ലാത്തവർക്ക്. മൂന്നാമത്തെ വാക്ക് തുன்பം, വരാനിരിക്കുന്ന ദുഃഖം പോലും. വീണ്ടും ആദ്യം വരെ രണ്ടാമത്തെ വാക്ക് ഇല്ലാകും, ഇല്ലാതെയാകുന്നു. ആഗ്രഹങ്ങൾ ഇല്ലാത്തവർക്ക് വരാനിരിക്കുന്ന ദുഃഖം പോലും ഇല്ലാതെയാകുന്നു. അങ്ങനെ അല്ലാത്തവർക്ക് മറ്റെന്തൊക്കെ നന്മകൾ ഉണ്ടായാലും ആദ്യം വരെ നാലാമത്തെ വാക്ക് അത് ഉണ്ടേൽ, ആഗ്രഹം എന്ന ഒന്ന് മാത്രം നിലനിൽക്കുന്നുവെങ്കിൽ അതുമൂലം സകല ദുരിതങ്ങളും തവാത് നിരന്തരമായി മേന്മേൽ വീണ്ടും വീണ്ടും വരും, ഉണ്ടായിക്കൊണ്ടിരിക്കും. ആശയറ്റവരെ സംബന്ധിച്ചിടത്തോളം അതിൻമൂലം വരാനിടയുള്ള ദൗർഭാഗ്യങ്ങളെ ദുരിതങ്ങളും വരികയില്ല എന്നത് നിശ്ചയം. എന്നാൽ ആഗ്രഹങ്ങൾ പൂർണ്ണമായും വിട്ടൊഴിയാത്തവർക്ക് അതിൻമൂലം ഒന്നിന്മേലൊന്നായി ദുരിതാനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആശ കഴിയത്രയും ഒഴിവാക്കുക എന്ന് കവി സമർത്ഥിക്കുന്നു. ആഗ്രഹങ്ങളില്ലെങ്കിൽ ചിന്തകളുമില്ല. ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം കഷ്ടപ്പാടുകൾ തുടരുന്നു. ഈ വാക്യം ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ പ്രഭാവത്തെക്കുറിച്ച് ഒരു ആധ്യാത്മിക സത്യത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. ആഗ്രഹങ്ങളില്ലാത്തപ്പോൾ മാത്രമേ മനസ്സിന് സമാധാനം ലഭിക്കുകയുള്ളൂ. ശാന്തമായ ഒരു മനസ്സിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ആഗ്രഹങ്ങൾ തീവ്രമാകുമ്പോൾ അവ നിറവേറ്റാനുള്ള പ്രയത്നങ്ങളും നിരാശകളും കൂടുതൽ ഉണ്ടാകുന്നതനുസരിച്ച് കഷ്ടപ്പാടുകളും വ്യസനവും ദുഃഖവും എല്ലാം നമ്മളിലേക്ക് കടന്നു വരും. ആഗ്രഹങ്ങളുടെ അഭാവം അല്ലെങ്കിൽ ഇല്ലാതാകൽ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുവെന്ന് ഈ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ അവ നിറവേറ്റുവാനുള്ള പ്രയത്നവും നിരാശയും കൂടുതൽ ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാടുകളിലേക്ക് നമ്മൾ നീങ്ങുന്നതായി കാണും. ആഗ്രഹങ്ങൾ കുറയ്ക്കുക. ആഗ്രഹങ്ങൾ കുറയ്ക്കുന്നതിലൂടെ മനസ്സിന് കൂടുതൽ ശാന്തത ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. സന്തോഷം കണ്ടെത്താനുള്ള മറ്റു വഴികൾ ആഗ്രഹങ്ങളല്ലാതെ, നമ്മൾ പറയും മിനിമലിസം എന്നൊക്കെ പറയുന്ന പോലെ മിനിമം ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്താനുള്ള ഒരു രീതി നമ്മൾ അവലംബിക്കുക. ഈ തത്വം ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം ഇങ്ങനെ തുടങ്ങിയ ഇന്ത്യൻ ആധ്യാത്മിക പാരമ്പര്യങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട തത്വമാണ്. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ അവയെ അതിജീവിക്കാൻ കഴിയുമെന്നും അതിലൂടെ മാത്രമേ ആത്മീയ സമാധാനം ലഭിക്കുകയുള്ളൂ എന്നും ഈ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും മെറ്റീരിയലിസ്റ്റിക് വേൾഡിലാണ് ജീവിക്കുന്നത്. ഒരു ആധ്യാത്മിക അല്ലെങ്കിൽ ഒരു എൻലൈറ്റഡ് അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് മാറാൻ പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം നമ്മളറിയാതെ ചുറ്റുപാടിലെ സാഹചര്യങ്ങളും
മറ്റുള്ളവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങളും സുഖങ്ങളുമെല്ലാം നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുറിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആഗ്രഹങ്ങളെ കുറയ്ക്കുക, സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾ പുനർനിർവചിക്കുക. താങ്ക് യു സർ. നസീമ. താങ്ക് യു സർ. അവ എല്ലാവർക്കും ഇല്ലാകം ഇൻപം അതുണ്ടേൽ തവ അതു മേന്മേൽ വരും. ആശയറ്റോർക്കില്ല തുൻപങ്ങൾ ഉള്ളവർക്കാധികൾ മേന്മേൽ വരുന്നു. നോ ഡിസയേഴ്സ്, നോ വറീസ്, ഹാവിംഗ് വിഷസ്, സഫറിങ്സ് കണ്ടിന്യൂസ്. There is no sorrow to those who are without desire, but where that is sorrow will incessantly come more and more. Affliction is not known where no desires abide, where these are endless rises sorrow tired. ആശയുള്ളിൽ നശിച്ചെങ്കിൽ മാത്രമേ ദുഃഖമെന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ എന്ന് തിരുക്കുറൾ നമ്മെ ഇതിൽ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ജീവികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആ ആശയാകുന്ന ആ ആഗ്രഹ പെയ്ത്തിനെ ദുഃഖമാകുന്ന കടലിൽ നിന്ന് രക്ഷിക്കാനായി അതിനെ തൽക്കാലം വെടിയുക എന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. അതായത് ഇതിലെ ഓരോ വരികളും ആശയെക്കുറിച്ചുള്ളതാണ്. ആശയില്ലാത്തവർക്ക് ദുഃഖങ്ങളില്ല, ആശയുള്ളവരാകട്ടെ ദുഃഖങ്ങൾ ഒഴിയാതെ ഒന്നിനു പുറകെ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് അമിതമായ ആഗ്രഹങ്ങൾ ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും കുറവായിരിക്കും. എന്നാൽ അമിതമായ ആഗ്രഹങ്ങൾ ഉള്ളവർക്ക് ദുഃഖങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമിതമായ ആശകൾ ഒഴിവാക്കുകയാണെങ്കിൽ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ രക്ഷ നേടാൻ സാധിക്കും എന്ന് തന്നെയാണ്. തീർച്ചയായും അത് നമുക്ക് ജീവിതത്തിൽ അന്വർത്ഥമാക്കാവുന്നതുമാണ്. അതിനാൽ ആശയെ അല്പാൽപമായി വെടിഞ്ഞ് മുക്തരാകുക. ഈ കവിത മനുഷ്യന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും അവ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചുമാണ് നമ്മോട് പറയുന്നത്. മനുഷ്യ മനസ്സിൽ എപ്പോഴും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നല്ലതാകാം, ചിലപ്പോൾ മോശമാകാം. എന്നാൽ അമിതമായ ആഗ്രഹങ്ങൾ എപ്പോഴും ദുഃഖത്തിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നത്. അതിനാൽ അമിതമായ ആഗ്രഹങ്ങളായ അമിതമായ പണം, അതിലേറെ ഉള്ള അധികാരം, കൂടുതൽ പ്രശസ്തി തുടങ്ങിയ അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവനെ തെറ്റായ വഴികളിലേക്ക് പലപ്പോഴും നയിക്കുന്നു. ഈ തെറ്റായ വഴികൾ അവനെ വീണ്ടും വീണ്ടും ദുഃഖക്കയത്തിലേക്ക് മുങ്ങിത്താഴ്ത്തുന്നു. അതിനാൽ ആശയം നിയന്ത്രിക്കുക. ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്താൻ സാധിക്കും എന്നത് തീർച്ച തന്നെയാണ്. അവർ ചെറിയ കാര്യങ്ങളിൽ പോലും സംതൃപ്തി കണ്ടെത്തുകയും ദുഃഖങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് തിരുവള്ളവരുടെ ഈ കവിതയുടെ പ്രസക്തി. ഇന്ന് നിത്യജീവിതത്തിലേറെ നമുക്ക് പിന്തുടരാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ അതിനാൽ അമിതമായ ആഗ്രഹങ്ങളെ ഒഴിവാക്കുക, ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നാം തന്നെ സഹായിക്കുക, ലഭിച്ചതിനെല്ലാം സംതൃപ്തി അടയുക, സന്തോഷം കണ്ടെത്തുക, ലളിതമായ ജീവിതം നയിക്കുക എന്നിവ വീണ്ടും വീണ്ടും ഓർക്കുക. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അവ ഇല്ലാർക്ക് ഇല്ലാതും തുൻപം അതുണ്ടേൽ അവ അത് മേന്മേൽ വരും. 369. இன்பம் இடையறாதீண்டும் அவாவென்னும் துன்பம் கேடின். அவா என்று சொல்லப்படுகின்ற துன்பங்களில் பொல்லாத துன்பம் கெடுமானால் இவ்வுலகிலும் இன்பம் இடையறாமல் வாய்க்கும். ആദ്യത്തെ വരിയില് അവാവെന്നും ലാസ്റ്റ് വാക്ക്
ഇമ്പം ഇടറാതെ വീണ്ടും അവ എന്നും, ആ ഇതാണ് പറയുന്നത്. അവ എന്നും ആശയാകുന്ന രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വാക്ക്. തുன்பത്തുൾ തുன்பം, ദുഃഖങ്ങളുടെയും ദുഃഖം. കെടിൻ, ഒരുവന്റെ ഉള്ളിൽ ഇല്ലാതാകുമെങ്കിൽ അവന് മുക്തിമണ്ഡലത്തിൽ മാത്രമല്ല. ഇനി ആദ്യത്തെ വരയിലെ മൂന്നാമത്തെ വാക്ക് വീണ്ടും, ശരീരനായ അവൻ വാഴുന്ന ഈ ലോകത്തും ഇതേ പിറവിൽ തന്നെയും ഇன்பം അവാദ്യമായ ആനന്ദ അനുഭവങ്ങൾ ഇടയറാതെ അവിഛിന്നമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ആശയാകുന്ന ദുഃഖങ്ങളുടെയും ദുഃഖം ഒരുവന്റെ ഉള്ളിൽ ഇല്ലാതാകുമെങ്കിൽ അവന് മുക്തിമണ്ഡലത്തിൽ മാത്രമല്ല ഈ ലോകത്തും ഇതേ പിറവിൽ തന്നെയും അവാദ്യമായ ആനന്ദ അനുഭവങ്ങൾ അവിഛിന്നമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ആശയെന്ന് വിവസിക്കുന്ന തുன்பങ്ങൾ വെച്ച് കൊടും തുன்பമായത് വിട്ടൊഴിഞ്ഞാൽ ഒരുവന് പരമപദപ്രാപ്തിയിൽ മാത്രമല്ല ഭൗതികമായി അവൻ നിലനിൽക്കുന്ന ഈ ലോകത്തും ഇടപെടാതെയുള്ള ബ്രഹ്മാനന്ദം ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് തുன்பങ്ങളിൽ തുன்பം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളിൽ ദുഃഖമായി മാറുന്നത് ആശയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആനന്ദമാണ് എന്ന് കവി പറയും. താങ്ക് യു സർ. കുറൽ 369. ഇൻപം ഇടൈ അറാതു ഈണ്ടും അവ എന്നും തുன்பത്തുൾ തുன்பം കെടിൻ. ഇമ്പം ഇടവിടാതുണ്ടാകും ആശയാം തുമ്പത്തിൻ തുമ്പമൊഴിഞ്ഞാൽ. ഇമ്പം ഇടവിടാതുണ്ടാകും ആശയാം തുമ്പത്തിൻ തുമ്പമൊഴിഞ്ഞാൽ. Worldly pleasures may be enjoyed without recess if desire, the highest sorrow amidst sorrows, is given up. മോഹം എന്ന സർവ്വദുഃഖങ്ങളിലും കൊടിയ ദുഃഖത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചവന് പരലോകത്തിൽ എന്നല്ല ഇവിടെ ഇഹലോകത്തിലും സുഖാനുഭവങ്ങൾ നിരന്തരമായി അനുഭവിക്കാനിടവരും. ഇടവിടാതുള്ള ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിയും. മനുഷ്യ അസ്തിത്വത്തിൽ ഒരാൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളുടെയും കാരണം ആസക്തിയാണെന്ന് ബുദ്ധമതം അനുശാസിക്കുന്നു. ആസക്തിയുടെ ഉന്മൂലനം ഒരാളെ ആത്യന്തിക സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ നിർവ്വാണത്തിലേക്ക് നയിക്കുന്നു. എന്നിരുന്നാലും ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള ആഗ്രഹത്തിന്റെ പ്രവാഹം ഒടുവിൽ വെട്ടിക്കുറയ്ക്കപ്പെടുമ്പോൾ വിമോചനത്തിലേക്കുള്ള പാതയിലുള്ള ഒരു സാധകനെ ബുദ്ധൻ നൈപുണ്യമുള്ള ഗുണങ്ങൾ വളർത്തുന്നതിനും നൈപുണ്യമില്ലാത്തവ ഉപേക്ഷിക്കുന്നതിനുമുള്ള ആഗ്രഹം സൃഷ്ടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വ്യക്തിക്ക് തന്റെ മോചനം സാധ്യമാക്കണമെങ്കിൽ ഇന്ദ്രിയാഭിലാഷത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നൈപുണ്യമുള്ള ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിനും നൈപുണ്യമില്ലാത്തവ ഉപേക്ഷിക്കുന്നതിനും വേണ്ടി സന്യാസിമാർ ആഗ്രഹം സൃഷ്ടിക്കണമെന്നും ശ്രീബുദ്ധൻ പ്രസ്താവിക്കുന്നു. ഇമ്പമിടാതുണ്ടാകും ആശയാം തുമ്പത്തിൻ തുമ്പമൊഴിഞ്ഞാൽ. താങ്ക് യു. 369 states that worldly pleasure may be enjoyed without recess if desire, the highest sorrow amidst sorrow, is given up. When dies away desire, that house of hope, even here the soul unceasing rapture knows. It explains that even while in his body, joy will never depart from mind, and in which desire, the sorrow of sorrows has been destroyed. ദുഃഖങ്ങളിൽ ദുഃഖമാകും ആശ ഒഴിഞ്ഞാൽ ജീവമുക്തി അടഞ്ഞുകൊണ്ട് സന്തോഷമായി ജീവിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇൻപം ഇടയറാത് വീണ്ടും അവ എന്നും തുன்பത്തുൾ തുன்பം കൊടി. കുറൽ 370. ஆரா இயற்கை அவா நீப்பின் அந்நிலையை பேரா இயற்கை தரும்.
ஒருபோதும் நிரம்பாத தன்மையுடைய அவாவை ஒழித்தால் ஒழித்த அந்நிலையே எப்போதும் മാറാതിരിക്കും ഇൻപ വാഴ്വൈ തരും. സാധാരണ ഇയർക്കൈ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നാണ് ഉള്ള മീനിങ് ആണ്. പക്ഷെ ഇവിടെ വേറെ അർത്ഥത്തിലാണ് കവി പറയുന്നത്. ആരാ ഇയർക്കൈ അവ നീപ്പിൻ അந்நிலைയെ പേരാ ഇയർക്കൈ തരും. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ആരാ ഇയർക്കൈ, ഒരിക്കലും പൂർണ്ണമാവാത്ത അസ്ഥിരതയാർന്ന അവ ആശയെ നീപ്പിൻ ഒരുവൻ വിട്ടൊഴിയുമെങ്കിൽ ആ ഗുണം അവന് നിലയെ അപ്പോൾ തന്നെ പേരാ ഇയർക്കൈ എപ്പോഴും ഒരേ നിലയിൽ നിൽക്കുന്ന സ്വയംപൂർണവും തൃപ്തവുമായ അവസ്ഥയെ, അതായത് മുക്തിപദത്തെ തരും, നൽകും. സബല സ്വഭാവിയും അദൃപ്തവും അപൂർണതയുടെ പര്യായവും ഒക്കെയാണ് ആശ. ആശിക്കുന്നതിനെ കൊണ്ട് കൂടി അത് സബലനാക്കുന്നു. അങ്ങനെയുള്ള ആശയെ ഒഴിക്കുന്നവന് അന്നേരം തന്നെ സുസ്ഥിരവും സ്വയംപൂർണവും അചഞ്ചലവുമായ പരമപദം ലഭിക്കുന്നു. അത് ആശ നമ്മളെ എങ്ങനെ കീഴടക്കാൻ വന്നാലും അതിനെ ഒഴിഞ്ഞ് മാറുകയാണെങ്കിൽ പ്രതിദത്തമായി തന്നെ നമുക്ക് ലഭിക്കാനുള്ള ആനന്ദം വന്നു ചേരും എന്ന് കവി വീണ്ടും നമ്മൾ குறள் 370. ஆரா இயற்கை அவா நீப்பின் அந்நிலையே பேரா இயற்கை தரும். അസ്ഥിരമാശ കൈവിട്ടാൽ കൈവരും എപ്പോഴേ സുസ്ഥിരസ്ഥാനം. ഒരിക്കലും സംതൃപ്തി നൽകാത്ത അഭിലാഷം ഒഴിവാക്കപ്പെട്ടാൽ ആ അവസ്ഥ ജീവിതത്തിൽ അനന്തമായ സംതൃപ്തി നൽകുന്നു. ഉപസംഹാരം. ആഗ്രഹം ഒരു വഞ്ചനാപരമായ കെണിയാണ്. അതിനെ ഭയപ്പെടുന്നത് ഒരു പുണ്യമാണ്. ഒരാൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കുറ്റമറ്റ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. മതഗ്രന്ഥങ്ങൾ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർക്ക് ചില കാര്യം മനസ്സിലാകാതുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം 5-6 പേരെ കൊന്ന, അല്ലെങ്കിൽ 5-6 പേരെ കൊല്ലാൻ ശ്രമിച്ച പയ്യൻ, അവനെങ്ങനെയാ അപ്പൊ രക്ഷപ്പെടാൻ പറ്റുക? അവൻ അങ്ങനെ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചതല്ലേ എന്ന് ചിലരെങ്കിലും ചോദിച്ചത് ഞാൻ കേട്ടു ഇതിനിടയ്ക്ക്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന്റെ സൃഷ്ടി വളരെ സ്വതന്ത്രമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വേദശാസ്ത്രം പറയുമ്പോൾ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ തന്നെ പോലെ തന്നെ അത്രയ്ക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവന് വിനകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. അതാണ് ഈ ഖുർആനിലും പറഞ്ഞു വെക്കുന്നത്. കുറ്റമറ്റ പ്രവൃത്തികൾ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ആശയൊക്കെ നമുക്ക് നിഗനിക്കുവാനും സാധിക്കും ആഗ്രഹിച്ചാൽ. ആഗ്രഹമില്ലാത്തവർ ദുഃഖത്തിൽ നിന്ന് മുക്തരാകുന്നു. അവസാനമില്ലാത്ത സന്തോഷം അവരിൽ പെരുകുന്നു. അണയാത്ത ആഗ്രഹം അവസാനിക്കുമ്പോൾ നിത്യ ആനന്ദവും ലഭിക്കുന്നു. ഇവിടെ ഒരിക്കലും നിരക്കാത്ത ഭാവം ഉൾക്കൊള്ളുവാൻ ആശയെ ഒഴിച്ചാലും തുഷ്ടി എന്നേക്കും നിലനിന്നിടും എന്ന് കവി പറയുമ്പോൾ ക്രൈസ്തവ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഖുർആൻ
സന്യാസികളെ ഉദ്ദേശിച്ച് മുൻനിർത്തിക്കൊണ്ടാണ് സന്യാസ ആശ്രമം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആഹ്വാനമാണ്. കത്തോലിക്ക സന്യാസം ഇവിടെ വളരെ പ്രസക്തമാണ്. അത്തരത്തിൽ എല്ലാ സന്യാസികളല്ലാത്തവർക്കും ഇതിന് മറ്റൊരർത്ഥത്തിൽ ഇതിന്റെ ദർശനമുണ്ട്. ഏദേനിലെ ഒരു തോട്ടത്തിലേക്ക് ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച് ദൈവം സകല ഐശ്വര്യങ്ങളോടും കൂടി ആക്കി. എന്നിട്ട് ഒരേ ഒരു കൽപ്പന മാത്രം, അത് ലംഘിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ അവരിലെ ആശ എന്താശ? ദൈവത്തെ പോലെ ആകുവാനുള്ള ആശ. ഈ ആശ ഒരു വിത്തായിട്ട് അവരിൽ മുളച്ച് അവർക്ക് തെറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നാണ് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പർദീസായിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. ക്രൈസ്തവ സന്യാസം പഠിപ്പിക്കുന്ന ഒരു സംഗതി, 3 കാര്യങ്ങളാണ് അവർക്ക് അനുഷ്ഠിക്കാൻ പറയുന്നത്. 1 ദാരിദ്ര്യം, 2 അനുസരണം, 3 ബ്രഹ്മചര്യം. ഇതെല്ലാം വിരക്തിയുടേതാണ്. ആശയിൽ നിന്നുള്ള പിന്മാറ്റമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്മാറിക്കഴിയുമ്പോൾ മഹത്തരമായ ഒരു സ്വർഗഭാഗ്യത്തിന് പ്രവേശിക്കാൻ ഇടവരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സന്യാസികൾക്ക് സ്വന്തമായി ഒന്നുമില്ല, ആസ്തികളൊന്നുമില്ല. എല്ലാം കമ്മ്യൂണിറ്റിയുടേതാണ്. അവർ താമസിക്കുന്നതും കമ്മ്യൂണിറ്റിയിലാണ്, കൂട്ടത്തോടെയാണ് താമസിക്കുന്നത്. സ്വകാര്യ സ്വത്തില്ല. നമ്മളിപ്പോ കോളേജിൽ പഠിപ്പിക്കുന്ന സന്യാസികളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഉണ്ടെങ്കിലും അവർക്കുള്ളത് അവരുടെ ദൈനംദിന ആവശ്യത്തിനുള്ളത് മാത്രമാണ്. ബാക്കി മുഴുവൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കണം. അപ്പൊ ആശ്രമമായി മഠമായി ഒക്കെ താമസിക്കുന്ന ആളുകൾ ഈ മിനിമത്തിൽ ജീവിക്കുകയാണ്. അതാണ് അതിന്റെ ചൈതന്യം. ഇത് വിവാഹിതരായി ജീവിക്കുന്ന നമുക്കും സാധിക്കുന്നിടത്തോളം ആശയൊക്കെ ഒരു കടിഞ്ഞാണൊക്കെ ഇട്ട് കുറച്ചൊക്കെ വർദ്ധിക്കണം. ഇവിടെ നോമ്പ് തുടങ്ങാൻ പോവുകയാണ് മറ്റന്നാൾ മുതൽ. അത് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഭക്ഷണം ഇല്ലാത്തപ്പോൾ പട്ടിണി ഇരിക്കാനല്ല, ഭക്ഷണത്തിന്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് നോമ്പ്. ഓക്കെ, ജീവിതത്തെ ഇത്തരത്തിൽ ക്രമീകരിച്ച വലിയ ധന്യാത്മാക്കൾ ഉണ്ടായിരുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, 2ാം ക്രിസ്തു എന്നാണ് വിളിക്കപ്പെടുന്നത്. വലിയ കൊടീശ്വരനായ അപ്പന്റെ സ്വത്തുക്കളൊന്നും എടുക്കാതെ അപ്പനോട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. വീട്ടിൽ നിന്ന് ഒരു ചാക്കെടുത്തു, ഒരു കയറെടുത്തു, ചാക്ക് അരയിൽ ചുറ്റിയിട്ട് കയറ് കെട്ടി അരയിൽ. ഫ്രാൻസിസ്കൻസിനെ നമ്മൾ വഴിയിൽ വെച്ചോ എവിടെങ്കിലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പരിക്കൻ വസ്ത്രങ്ങൾ അവര് കാവി ഉടുപ്പുമൊക്കെ, ചില കാപ്പിപ്പൊടി ഉടുപ്പുമൊക്കെ ഇട്ടോണ്ട് അരക്കൊരു ഒരു കയറ് പോലത്തെ ഒരു സാധനവും കെട്ടിയിരിക്കുന്ന അരക്കെട്ടും ഒക്കെ കാണാം. അതൊക്കെ ഇതിനെ യോജിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ചൈതന്യവത്തായ ഈ കുറൽ ഏറെ ധന്യമാണ്. സന്യാസികൾക്ക് മാത്രമല്ല, നമുക്കും പറ്റും. കുറെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചില അരുതുകളൊക്കെ കൊടുക്കാൻ, മതിയെന്ന് പറയാൻ, നോ പറയാൻ ഒക്കെ നമ്മളും പഠിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, sir. Quran 370 speaks to the nature of desire and the attainment of lasting peace. Ara iyarkai ava neepin annilaye pera iyarkai tarum. Translation: if one renounces desires whose nature is never to be satisfied,
that very moment, one will attain a state of unchanging bliss. See, Gandhiji's emphasis on aparigraha means non-possession aligns perfectly. He believed that limiting desires was essential for individual and societal well-being. Kural 370 reinforces that true freedom and happiness come from within, not from external possessions, which was a cornerstone of Gandhi's philosophy. See, in today's consumer-driven world, Kural 370 serves as a powerful reminder to cultivate mindfulness and contentment by recognizing the insatiable nature of desires. We can break free from the cycle of endless wanting and find peace in simplicity. This is highly relevant in today's world of constant social media influence and advertisement. If aspiration, which never provides satisfaction, is shunned, that condition gives unending contentment in life. Chapter 37 of this Kural, Tirukural, focusing on the renunciation of desire, delivers a timeless message that resonates deeply with both spiritual and practical aspects of life. If underscores that true and lasting happiness isn't found in the relentless pursuit of material possessions or fleeting pleasures, but rather in the inner peace that comes from curbing insatiable desires. By recognizing the inherent restlessness of wanting and choosing contentment, one finds a state of unwavering tranquility. This principle, as expressed in the Bhagavad Gita, Yogastha Kuru Karmani Sangam Tvaktva Dhananjaya, which translates to perform your duties established in yoga, abandoning attachment, O Dhananjaya, mirrors the Tirukural's message by advocating for action without attachment to the fruits of those actions, thus achieving a state of inner equilibrium. Thank you, sir, for this platform and the everything. Thank you, Sabu sir. Thank you, everybody. സോ താങ്ക് യു സാർ മോഹൻദാസ് സാർ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വളരെ ഗാംഭീര്യത്തോടു കൂടിയാണ് നമ്മൾ തിരുക്കുറളിലൂടെ കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നില്ലേ മോഹൻദാസ് സാറേ, ഇത്രയും പവർഫുൾ ആയിട്ട് നമ്മുടെ തിരുക്കുറൾ ഇങ്ങനെ പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഇതൊരു പ്രത്യേക വൈബാ. അറ്റ്ലീസ്റ്റ് നമ്മൾ വിചാരിക്കും ഇവിടെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്കൊക്കെ ഒന്ന് ഒരു അധ്യായം പറയണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ. നമുക്ക് അതിനുള്ള അവസരങ്ങൾ തരാം. ആരെങ്കിലും മിസ്സാകുമ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇനിയും നമുക്ക് ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അത്ര ഭംഗിയായിട്ടാണ്, ഒരു സ്പിരിറ്റോട് കൂടിയാണ് പോകുന്നത്. പറയാനും കേൾക്കാനും അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ. സോ താങ്ക് യു മോഹൻദാസ് സാർ, അതുപോലെ ഓരോരുത്തർക്കും എല്ലാവർക്കും. ഓക്കെ, ഇനി അടുത്ത ആഴ്ചയിലുള്ളത് വിധിയാണ്, ഫെയ്റ്റ്. അതായത് ഇത്രയും കാലം പറഞ്ഞത് ധർമ്മത്തെ കുറിച്ചാണ്. ആ ധർമ്മത്തില് അധർമ്മം ചെയ്യുന്നവർക്കും ധർമ്മം ചെയ്യുന്നവർക്കും ഉള്ളതിന്റെ ഫലം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് ഒറ്റൊരു അധികാരത്തിൽ പറയുന്നുണ്ട്. വിധി എന്നുള്ളതാണ്. സത്കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന സുഖവും ദുഷ്കർമ്മങ്ങളുടെ ഫലമായി ദുഃഖവും അതതിന്റെ കർത്താവിനെ തന്നെ അന്വേഷിച്ചെത്തുന്നു. അതിന് കാരണമായി പ്രവർത്തിക്കുന്ന നീതി തന്നെയാണ് വിധി. മുൻചൊന്ന അധികാരങ്ങളിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിലും വിധി നിർണായകമായ പങ്കുവഹിക്കുകയാൽ ധർമ്മ പ്രകടനത്തിന്റെ അവസാന അധികാരം വിധി വിചിന്തനത്തിനായി മാത്രമായി കവി നിബന്ധിച്ചിരിക്കുന്നു.
അടുത്ത ചാപ്റ്റർ ഒറ്റ ചാപ്റ്ററാണ്, ഇതിനൊന്നും ബന്ധമില്ലാത്തതാണ്, വിധിയെ കുറിച്ചിട്ടാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത രണ്ടാമത്തെ അർത്ഥ പ്രകടനത്തിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാം? നമ്മളെല്ലാവരും സംസാരിച്ചല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഷെയർ ചെയ്യാണ്ടെങ്കിൽ പറയും, ഒത്തിരി സമയമാക്കണം. പക്ഷെ എന്നാലും നമുക്ക് ജീവിക്കാൻ ഒരു മോട്ടീവ് വേണം അല്ലേ? എന്തെങ്കിലും ആശയില്ലെങ്കിൽ ശവം പോലെ ആവില്ലേ? അപ്പൊ ആശ നല്ല അത്യാഗ്രഹം പോലെ അത്യാഗ്രഹം വേണ്ട, ജീവിക്കാൻ പഴയ കാലത്ത് ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലം പോലെയാണോ നമ്മുടെ മക്കളിപ്പം അല്ലെങ്കിൽ കൊച്ചുമക്കൾ ഇപ്പം ജീവിക്കുന്നത്? ഒത്തിരി വ്യത്യാസമില്ലേ? അപ്പൊ അത് സത്യത്തിൽ വേറെ പല തലങ്ങളിലേക്കൊക്കെ തിരിക്കും. നമ്മുടെ ഇപ്പൊ പത്രത്തിലൊക്കെ കാണുന്നില്ലേ, 1-2 ദിവസങ്ങളിലൊക്കെ ന്യൂസുകളൊക്കെ നോക്കുമ്പോൾ എന്തിന്റെ കുറവാ? പക്ഷെ സംഭവിക്കുന്നത് എത്ര തീവ്രമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഉറങ്ങിയിട്ട് ഒരു ദിവസം പകല് ഫുള്ളും ഈ അനുഭവങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് ആ വീടിന്റെ അന്തരീക്ഷം എന്ത് ഓപ്പോസിറ്റിലേക്കാ പോണത്? ഓപ്പോസിറ്റ് ആണോ? ചിന്തിക്കാൻ പോലും എങ്ങനെ ഉരുളുപൊട്ടി ആൾക്കാരെല്ലാം പോയാൽ അത്രയും പ്രശ്നമില്ല. അതെ അതെ. ഓഹ്, നാടിന്റെ മാനം പോയ പോലെ. കേരളം എന്നുള്ളൊരു അഭിമാനം ഉണ്ടായിരുന്നു, വൃത്തിയും വെടിപ്പും ആചാരം. ഈ 2025 തുടങ്ങിയപ്പോൾ മുതലേ ഇതിങ്ങനെ ഒരു ഭയങ്കര ഒരു ഫോൾസ് പാത്താണ്. നമ്മള് ഭയങ്കര പ്രൗഡായിരുന്നു വേറെ നാട്ടിൽ പോകുമ്പോ മലയാളി എന്ന് പറഞ്ഞു. ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഡ്രഗ്സ് കഴിച്ചില്ലെന്ന് പറഞ്ഞാലും ഡ്രഗ്സ് കഴിക്കാതിരുന്നാലും പ്രശ്നമാണ്, കഴിച്ചാലും പ്രശ്നം, കഴിച്ചില്ലെങ്കിലും പ്രശ്നം. അങ്ങനെ കോളേജുകളിൽ കഴിക്കാത്ത കുട്ടികൾ. നസീമ മാം പറഞ്ഞല്ലോ, ഈ 25 ഇങ്ങനെ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനിലെ ഈ പറയുന്ന വികാരം വല്ലാതായി എന്നുള്ളതാണ്. നമുക്ക് ഈ നമ്മുടെയൊക്കെ ചെറുപ്പം നമ്മളൊക്കെ ജീവിച്ചത് 8-10 പിള്ളേരുള്ള വീട്ടില്, അല്ലെങ്കിൽ 5-6 പിള്ളേരെങ്കിലും ഉള്ള വീട്ടില്, വളരെ ചെറിയ വീട്ടിൽ താമസിച്ചു. ഇന്ന് വലിയ കൊട്ടാരം വെച്ചാലും തൃപ്തി പോരാ. 2 പിള്ളേരുണ്ടെങ്കിൽ 4 ബാത്റൂം ഉണ്ട്. അതിനെയാണ്, അല്ലാതെ ആശ വേണ്ട എന്നൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞില്ല. ആശയല്ല, മനുഷ്യൻ ജീവിക്കണം, മനുഷ്യൻ ജീവിക്കണം. പക്ഷേ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതോ നമ്മുടെയൊക്കെ വീട്ടിൽ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ വീട്ടിലും ചിന്തിച്ചു നോക്കേ, ആവശ്യത്തിനുള്ള ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത്? എന്നിട്ട് കുറെ ഫ്രിഡ്ജിന്റെ അകത്തോട്ട് വെച്ചിട്ട് 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എടുത്ത് ഊരോട്ട് കളയുക, അല്ലെങ്കിൽ എടുത്ത് കളയുക. ചുമ്മാ ചില പിന്നെ ന്യായമൊക്കെ പറയാറുണ്ട്, ആരെങ്കിലും ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്നാലേ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഉച്ചയ്ക്ക് അങ്ങ് വന്നോണ്ടിരിക്കുക ആളുകൾ. പട്ടിണി കിടക്കാന്ന് വെച്ചാൽ നാണക്കേട് പോലെയാ. ഇങ്ങനെ ഓരോന്നും ഒരു കൊച്ചു ദൂരം ആരും നടക്കത്തില്ല. സാറേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയായിരുന്നു. യാത്ര മീൻസ് അവിടെ ഇല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കാറിൽ ഒരു യാത്ര പോയതാണ്. ആ കാറിലിട്ടത് ഈ അടുത്ത കാലത്തുള്ള ഒരു സിനിമയുടെ പേര് ആവേശം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു പാട്ടാണ് അതിൻ്റെ അകത്ത് ഇട്ടത്. കൊല്ലുക, തട്ടുക, വെട്ടുക, ഇതൊക്കെയാണ് അത് പറയുന്നത്. പക്ഷെ ഇത് ഒരു 10 മിനിറ്റ് നേരം ഇതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ ഉപബോധ മനസ്സിലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൊല്ലുക, തട്ടുക, കാരണം അത്ര പ്രാസം പോലെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മളെ കൈകൊണ്ട് ആക്ഷൻ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കൊല്ലുക, വെട്ടുക, തല്ലുക, ഇതെല്ലാം അതിൻ്റെ എല്ലാം വരും. അപ്പം ഇതൊക്കെ നമുക്കൊക്കെ അഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ചു. ഇട്ടത് കൊച്ചു തന്നെയാണ്, കൊച്ചത് സെലക്ട് ചെയ്തതാണ് ആ പാട്ട്. സാറേ റീൽസ് ഒക്കെ കണ്ടോക്കിയ ചില വീഡിയോസ് ടീനേജ് തന്നെ തുറന്ന് ഐസ്ക്രീം മുകളിൽ എടുക്കുന്നു. വെറുതെ ഇരിക്കണ കുട്ടികളെ സെക്ഷൽ അലർജി ഉണ്ടാക്കിയ ഒരു കുട്ടി പറയും, ഇത് കണ്ട ടീച്ചർ അങ്ങനെ നോക്കാണ്ടിരിക്കുക, അല്ല പിന്നേന്ന് നോക്കിയില്ലെങ്കിൽ അതിശയുള്ളൂ. പിന്നെ അവർക്ക് അത് കാണാതെ പറ്റില്ല. പിന്നെ മാത്രല്ല കുട്ടികളെല്ലാം കിട്ടുന്നതുകൊണ്ട് നമ്മൾ പിന്നെ കണ്ണൊക്കെ അടച്ച് നേരെ പോകാൻ തുടങ്ങി. ഇല്ലെങ്കിൽ അടിയും തല്ലും നല്ലോണം തരും. ഇതുപോലെയല്ലേ ചുറ്റിക ഉണ്ടാക്കിയല്ലേ പ്രയോഗിക്കുന്നത്, പിന്നെ എന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ചെയ്യാം. ഓക്കെ, മോഹൻദാസ് സാർ, എല്ലാവർക്കും സാർ, സാറിന്റെ ഓക്കെ, ബൈ, സി യു. നാളെ നമുക്ക് നാളെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? നാളെ നമ്മുടെ വൈസ് അഡ്മിറൽ കണ്ണൻ സാറിന്റെ ക്ലാസ് ആണ്. ക്ലാസ് എന്നാ? അൻസാരി സാറിന്റെ ക്ലാസ് ഇനിയില്ല. ഇനി പരീക്ഷയുടെ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോ പരീക്ഷ തുടങ്ങിയല്ലോ ഓൾറെഡി.
ഞാൻ ചെയ്യുന്നില്ല. അൻസാറിന് അടുത്ത വ്യാഴാഴ്ച, അൻസാർ സാറിന്റെ SLD അടുത്ത വ്യാഴാഴ്ച. ഈ ആഴ്ച കയറിയില്ലേ? ഇല്ല സാർ, ഒന്നും ആ അറിഞ്ഞില്ല. ഗ്രൂപ്പിലുണ്ടോ? ഞാൻ അതിൻ്റെ അകത്ത് ഇടാം, റെക്കോർഡിംഗ് ഇട്ട്. അറിഞ്ഞൂടാ. ശരി, ഓക്കെ. അപ്പൊ സി യു ആൻഡ് ഗുഡ് നൈറ്റ്. വീണ്ടും കാണാം. താങ്ക് യു.